ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മായവി ട്രേഡിംഗ് ആൻഡ് മായവി FX. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് M16 എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും അൺബീറ്റബിൾ ആയിട്ടുള്ള അൽഗോ. ഗോൾഡിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ അൽഗോ എങ്ങനെയാണ് MT5 കണക്ട് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പക്ഷേ പുതിയൊരു ന്യൂ മെമ്പേഴ്സിന് വേണ്ടി കൂടെയാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. ആദ്യം തന്നെ ഒരു ന്യൂ മെമ്പർ അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആകുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉള്ളത് അല്ലേ. ഇങ്ങനെയാണ് ടെലിഗ്രാം ഗ്രൂപ്പ് ഉള്ളത്. ഈ ഗ്രൂപ്പിൽ ഇവിടെ നോക്കിക്കേ, പിന്നീട് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആദ്യം തന്നെ നിങ്ങൾ XNSലോ XMലോ അല്ലെങ്കിൽ വാൻറ്റേജിലോ നിങ്ങൾ ഈ ഒരു ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ക്ലിക്കബിളാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ പുതിയൊരു അക്കൗണ്ട് നമുക്ക് XNS ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഓൾറെഡി നിങ്ങൾക്ക് XNSൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ണർ ID ചേഞ്ച് ചെയ്തിട്ടോ, അല്ലെങ്കിൽ XMൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ പാർട്ണർ ID ചേഞ്ച് ചെയ്തിട്ട് വാൻറ്റേജിലായാലും IB ചേഞ്ച് ചെയ്ത് നമ്മുടെ ഫാമിലിയിലും മെമ്പറാവും, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ XMൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ നോക്കി, ഇത് ഇവിടെ ഉണ്ടാവും. XM അക്കൗണ്ട് ക്രിയേറ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഉണ്ടാവും. അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഉണ്ട്. അതേപോലെ വാൻറ്റേജ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഹൗ ടു പാർട്ണർ ID ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ വേറൊരാളുടെ അക്കൗണ്ടിലാണ് അണ്ടറിലാണ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ അണ്ടറിലേക്ക് വരാൻ വേണ്ടി പാർട്ണർ ID എങ്ങനെ ചേഞ്ച് ചെയ്യാം. ഇതിൽ ചിലപ്പോൾ XNSൻ്റെ വീഡിയോ ആയിരിക്കും. ദിസ് കോമൺ ഫോർ XNS ആയാലും വാൻറ്റേജ് ആയാലും എല്ലാം കോമൺ ആണ്. എങ്ങനെ ചെയ്തു. പിന്നെ ഹൗ ടു കണക്ട് MT5. ഒരു ബ്രോക്കർ ഉണ്ട്, ഇപ്പോൾ XM ബ്രോക്കർ നമ്മൾ അല്ലെങ്കിൽ XMൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, അത് MT5 കണക്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് അൽഗോ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ കാര്യങ്ങൾ എല്ലാത്തിൻ്റെ വീഡിയോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. അതെവിടെയാണ് ഉണ്ടാവുക, പിന്നീട് മെസ്സേജ് പോവുക, ഇതുണ്ടോ ക്ലിക്ക് മോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ഡീറ്റെയിൽസ് ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു വെക്കാം. ഈ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ അണ്ടറിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ID കിട്ടുന്നതാണ് അല്ലേ, അക്കൗണ്ട് നമ്പർ കിട്ടുന്നതാണ്. ആ അക്കൗണ്ട് നമ്പർ ID ഇവിടെ നോക്കിക്കേ, ആഫ്റ്റർ ക്രിയേറ്റ് അക്കൗണ്ട് ഫോർ വെരിഫൈ ഫിൽ ദിസ് ആൻഡ് സെൻഡ് ഫോർ അൽഗോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അൽഗോയ്ക്ക് വേണ്ടിയിട്ട് അയക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ കോപ്പി എടുക്കുക, Ctrl+C വെച്ചിട്ട് നിങ്ങൾ കോപ്പി ചെയ്യുക. അതിനുശേഷം F7 എന്ന് പറയുന്ന അഡ്മിൻ്റെ ഇതുണ്ടോ, ഇവിടെ ലിങ്ക് കണ്ടോ, ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏത് അൽഗോ ആണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് വേണ്ട അൽഗോ ഏതാണ്, M16 ബ്രോക്കറിൻ്റെ പേര്. ബ്രോക്കർ നിങ്ങൾ ഏത് അക്കൗണ്ട്, XM അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ID നമ്പർ നിങ്ങൾക്ക് ഇവിടെ ഒരു ID നമ്പർ ഇടുന്നത് ഞാൻ ഒരു ഇതായിട്ട് അടിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങളിത് ചെയ്യുന്നു, എന്നിട്ട് ജസ്റ്റ് സെൻഡ് ചെയ്യുന്നു കേട്ടോ, ജസ്റ്റ് സെൻഡ് ചെയ്തു. എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വേറെ ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ പോരുത്, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കാരണം ഈ ഒരു ID അല്ലെങ്കിൽ XM അല്ലെങ്കിൽ XNS അല്ലെങ്കിൽ വാൻറ്റേജ് ഏതാണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ആ ID നമ്മുടെ ഫാമിലീൻ്റെ അണ്ടറിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ എടുക്കുന്ന സമയമുണ്ടാവും. ഒരുപാട് മെസ്സേജും കാര്യങ്ങളുണ്ട്, ഡിലേ ആകുന്നതാണ്. അപ്പോൾ അതവിടെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് റിപ്ലൈ വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. കണ്ടോ, ഇതുപോലെ നമുക്കൊരു മെസ്സേജ് ഡെപ്പോസിറ്റ് ആൻഡ് ഷെയർ ദ സ്ക്രീൻഷോട്ട് ഹിയർ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഡെപ്പോസിറ്റ് ചെയ്യൂ, അതിനുശേഷം നിങ്ങൾ ഡീറ്റെയിൽസ് എന്താ പറയുക, ആ സ്ക്രീൻഷോട്ട് ഡെപ്പോസിറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് നിങ്ങൾ ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് എന്താ പറയുക, പേസ്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ നമ്പറിൽ തന്നെയുള്ള അക്കൗണ്ടിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് ഒരു ഡെമ്മിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ജസ്റ്റ് പേസ്റ്റ് ചെയ്യുന്നു. എന്ത് ചെയ്തു, ഞാനൊരു അക്കൗണ്ട് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു, XMലെ അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടു. മിനിമം $100 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. നിങ്ങൾ 1 CR ഡെപ്പോസിറ്റ് ചെയ്താലും കുഴപ്പമില്ല, മിനിമം $100 ഡെപ്പോസിറ്റ് ആയിരിക്കണം. ഇങ്ങനെ ഒരു ഇത് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യുമ്പോൾ അവരവിടെ ചെക്ക് ചെയ്യും. നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് മൊത്തം എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം റെഡിയാണ്, നമ്മുടെ മായാവിൻ്റെ അണ്ടറിലാണ് എന്ന് എല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരുന്നതാണ്. ആ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. മെസ്സേജ് വരുന്നത് ഒരു മിനിറ്റ്, ഇങ്ങനെയൊരു മെസ്സേജ് വരും. ഈ മെസ്സേജ് എന്താണ്, ശ്രദ്ധിച്ച് നോക്കിയേ, അൽഗോയ്ക്ക് വേണ്ടിയിട്ട് മായാവി അൽഗോ നമ്മൾ M16 മായാവി M16 അൽഗോ ആണ് നമുക്ക് വേണ്ടത്. $22 പെർ മന്ത്, $22 പെർ മന്താണ് അണ്ടർ അവർ ലിങ്ക്. എന്ന് വെച്ചാൽ നമ്മുടെ മായാവിൻ്റെ അണ്ടറിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് $22 പെർ മന്താണ് നിങ്ങളുടെ ചാർജ് വരുന്നത്. അത് 3 മന്ത് ഒരുമിച്ച് നിങ്ങൾക്ക് അയക്കാൻ പറ്റും. ഇനി നമ്മൾ ഭാവിയിൽ ഇത് കുറയ്ക്കും, ഈ എമൗണ്ട് നമ്മൾ കുറയ്ക്കുക. ഒരിക്കലും ഈ $22 മേലോട്ട് പോകില്ല. അത് നിങ്ങൾ ഇതാക്കേണ്ട, $22 താഴോട്ട് വരാനേ ഉള്ളൂ. അതിൻ്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. മെമ്പേഴ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഈ എമൗണ്ട് കുറയ്ക്കും. കഴിയുന്നതും ഫ്രീ ആവാനുള്ള ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ
ഈ ഒരു എമൗണ്ട് നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ $22 പെർ മന്താണ് അണ്ടർ അവർ ലിങ്ക് എന്ന് വരും. ഓക്കെ, 3 മന്ത് ഒരുമിച്ച് 3 മന്ത് എടുക്കുന്നവർക്ക് ഇല്ലെല്ലാം ഓരോരോ മാസം ഇങ്ങനെ അയക്കുന്നതിന് 3 മന്ത് അങ്ങനെ ഒരുമിച്ച് എടുക്കാൻ നിങ്ങൾക്ക് 3 മന്ത് $66 വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അണ്ടറിൽ ഇല്ല, നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, വേറെ ആരും അണ്ടറിൽ ക്രിയേറ്റ് ചെയ്തു, എനിക്ക് അയാളുടെ അണ്ടറിൽ തന്നെ നിന്നാൽ മതി, എനിക്ക് വേണ്ട, നിങ്ങളുടെ അണ്ടറിലേക്ക് വരണ്ട എന്നുള്ള താല്പര്യമുള്ളവർക്ക് $55 പെർ മന്ത് നിങ്ങൾക്ക് ചാർജ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇനി പേയ്മെൻ്റ് ആണ്. ഇപ്പോൾ ഈ $22 അയക്കണം എങ്കിൽ മാത്രമല്ലേ നമുക്ക് M16 എന്ന് പറഞ്ഞ ആൽഗോ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ $22 എങ്ങനെ അയക്കണം? ഓക്കെ, ഒന്ന് ബൈനാൻസ് ID ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വാലറ്റ് ID കൊടുത്തിട്ടുണ്ട്, നെറ്റ്വർക്ക് TRC20 ആണെന്ന് മാത്രം നോക്കുക. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ദ പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് ഇൻക്ലൂഡിംഗ് ട്രാൻസാക്ഷൻ ID ടു ദിസ് ടെലിഗ്രാം F7 അഡ്മിനിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ F7 ആൽഗോ തന്നെയാണുള്ളത്. ഓക്കെ, ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? $22 പേയ്മെൻറ്റ് ചെയ്തത് നിങ്ങൾ അയച്ചു കൊടുക്കുക. ജസ്റ്റ് ഓക്കെ, $22 പേയ്മെൻറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു. ഇതിൽ ട്രാൻസാക്ഷൻ ID അല്ലെങ്കിൽ ഓർഡർ ID കറക്റ്റായിട്ട് ഉണ്ടാവണം എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. നിങ്ങളിത് അയച്ചു കൊടുത്തു. ഓക്കെ, അയച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, എപ്പോഴും നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? അവിടെ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് വരും. എന്താണ്? റിസീവ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതാണ്. ക്ലിയർ? അതിനുശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ആൽഗോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതെല്ലാം പെട്ടെന്ന് നടക്കണമെന്നില്ല. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു എന്താ പറയുക 1 hour 2 hour ലേറ്റ് വരാം, ഡിലേ വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. കാരണം ഒരുപാട് പേരില്ലേ, എത്രയോ പേരുണ്ട് ആൾക്കാർക്ക് അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിലേ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്കിപ്പോൾ ആൽഗോ കിട്ടിക്കഴിഞ്ഞു. മായാവി M16 XMലോ അല്ലെങ്കിൽ വാൻറ്റേജിലോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് ഈ കൊടുത്തിരിക്കുന്ന ID മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ഈ കൊടുത്തിരിക്കുന്ന ID അക്കൗണ്ടിൽ നമുക്ക് ഈ ആൽഗോ ഉപയോഗിക്കാം. ഇനി നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് M16 ആൽഗോ ആണ്. റെക്കമെൻഡഡ് ഗോൾഡിന് മാത്രമാണ്. റെക്കമെൻഡഡ് ലോട്ട് സൈസ് നിങ്ങൾ ക്യാപിറ്റൽ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ 0.02, ഇല്ല ലോ ക്യാപിറ്റൽ മെമ്പേഴ്സ് ആണെങ്കിൽ 0.01. ക്യാപിറ്റൽ കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മിനിമം 1 lakh ഉള്ളവർക്ക് 0.02 ഉപയോഗിക്കാം. റെക്കമെൻഡഡ് ടൈം ഫ്രെയിം 1 minute ആണ്. റെക്കമെൻഡഡ് ക്യാപിറ്റൽ 1 lakh ആണ്. പക്ഷേ 10,000 ഉള്ളവർക്കും ട്രേഡ് ചെയ്യുക. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്ന് ഗ്രൂപ്പിൽ. ഓക്കെ, റെക്കമെൻഡഡ് ടേക്ക് പ്രോഫിറ്റ് 1% ആണ്. ഓക്കെ, അത് 1% എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെയും ആൽഗോ ഓൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ഓൺ ഓഫ് ബട്ടണും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. ഓക്കെ, അതൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ആൽഗോയും കാര്യങ്ങളും ഒക്കെ വന്നു. ഇനി നിങ്ങൾ ഇവിടുന്ന് വേറെ ഒരു തരത്തിലുള്ള മെസ്സേജുകളോ വോയിസ് മെസ്സേജുകളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ അയക്കരുത്. അതൊക്കെ അയക്കേണ്ടത് എങ്ങോട്ടാണ്? മായാവി ട്രേഡിങ്ങിലേക്കാണ്. അതിൻ്റെ നിങ്ങൾക്ക് ഓൾറെഡി അയക്കാമല്ലോ, മെസ്സേജ് അയക്കുന്നില്ലേ, അതിലേക്കാണ്. ഇവിടെ ഒരു തരത്തിലുള്ള ഒരു കോൺവെർസേഷനോ കാര്യങ്ങളോ നിങ്ങൾ ഇവിടെ വേണ്ട. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ കിട്ടില്ല. കാരണം ഇത് ആൽഗോ അയക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രമുള്ള ഒരു ഗ്രൂപ്പാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, സേവാസ് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ഇത് ഷോയിട്ട് ഫോൾഡറിൽ നോക്കുക. എന്നിട്ടത് ആ ആൽഗോ നിങ്ങൾ കോപ്പി ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയോ? ഇനി നമ്മൾ നമ്മുടെ MT5 നമ്മൾ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ MT5 നമ്മൾ MT5 ഞാൻ ഓപ്പൺ ചെയ്തു. ഇതാണ് നമ്മുടെ MT5. എല്ലാവർക്കും അറിയാമല്ലോ MT5 എങ്ങനെയാണ്? നമ്മുടെ ബ്രോക്കറുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ബ്രോക്കറുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസിൽ നോക്കുക, എന്നിട്ട് കണക്ട് ചെയ്യുക. MT5 ഇപ്പോൾ ബ്രോക്കർ കണക്ട് ആയിട്ടുള്ള ഒരു ഇതാണ്. കണക്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ ഗ്രീൻ കളർ വരും. നോക്കി, ഇവിടെ ഗ്രീൻ കളർ വരുന്നുണ്ട്. ഓക്കെ, കണക്റ്റഡ് ആണ്. ഇവിടെ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. ഓക്കെ, ഇത് കണക്റ്റഡ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്കൊരു കാണുക. ഓക്കെ, ഇനി ഇതുപോലെ കണ്ടില്ലെങ്കിൽ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ മതി. നോക്കിയാൽ മാർക്കറ്റ് വാച്ച് എന്നും അതുപോലെ തന്നെ നാവിഗേറ്റർ, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൗസ് കൊണ്ടുപോകുക, റൈറ്റ് ക്ലിക്ക് എടുക്കുക. ഇതൊക്കെ ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഗ്രൂപ്പിലുണ്ട്, എന്നാലും ഞാനൊന്ന് പറഞ്ഞുള്ളൂ. ഹൈഡോട് കൊടുക്കുക. എന്നിട്ട് അഗെയിൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സിമ്പിൾസിൽ പോവുക. ഇവിടെ ജസ്റ്റ് ഗോൾഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, നോക്കി ഗോൾഡ് VS ഡോളർ എന്ന് പറഞ്ഞിട്ട് വരും. ഇത് അതാത് ബ്രോക്കറിനനുസരിച്ച് നിങ്ങൾ ഗോൾഡ് VS ഡോളർ ആണെന്ന് മാത്രം നോക്കിയത്. അതാത് ഗോൾഡിനനുസരിച്ച് ഇവിടെ ഗോൾഡ് I എന്നോ XI എന്നോ എന്തൊക്കെ വരും. ഡിഫറെൻറ്റ് പേരുകൾ വരും. ഓക്കെ, XNS ആകുമ്പോൾ ഈ ഒരു പേരാണ് വരുന്നത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ടുണ്ടാവും ഇത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഫയൽ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഫയൽ എന്ന് പറഞ്ഞിട്ട് ഈ ഫയൽ എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഓപ്പൺ ഡാറ്റ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യാം. ഫയലിൽ ഓപ്പൺ ഡാറ്റ ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും. ഇവിടെ MQL5 എന്ന് പറഞ്ഞിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ആൽഗോ നമ്മൾ നേരത്തെ കിട്ടിയ ആൽഗോ അല്ലേ, ഈ ആൽഗോ നമ്മൾ കോപ്പി എടുക്കുക. ഓക്കെ, കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പേസ്റ്റ് ചെയ്യുക. കണ്ടോ? ഓക്കെ,
മായാവിൻ്റെ M16 XM വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് XM-ൽ അല്ലെങ്കിൽ വാൻറ്റേജിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ആൽഗോ നിങ്ങൾക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം നിങ്ങളിവിടെ ഇത് ക്ലോസ് ചെയ്യുക. ഇനി ഇതുകൊണ്ട് ഒരു കാര്യമില്ല, നമുക്ക് ഇനി ഇതുകൊണ്ട് ക്ലോസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എക്സ്പേർട്ട് അല്ല, ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മുടെ ആൽഗോ വന്നിട്ടില്ല. മായാവി i9 മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ടെസ്റ്റിംഗ് കാര്യങ്ങളും അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൽഗോ ആണ്. ഓക്കെ, ഇവിടെ ഒരു ആൽഗോ നമ്മുടെ M16 വന്നിട്ടില്ല. നിങ്ങൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഈ എക്സ്പേർട്ട് അഡ്വൈസറിൻ്റെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. എക്സ്പേർട്ട് അഡ്രസ്സിൽ പോയിട്ട് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റീഫ്രഷ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇവിടെ ഓൺ ചെയ്ത് നോക്കി, M16 ഓൾറെഡി വന്നു. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഇതുണ്ടോ, ഇവിടെ കണ്ടോ നിങ്ങൾ, ഇതിനെ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. വേണ്ട, നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾ വലിച്ച് ഇങ്ങോട്ടിട്ടാൽ മതി. ഓക്കെ, കമ്പ്യൂട്ടറിലോ PC-യിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ വിൻഡോസ് ബേസ്ഡ് ആയിട്ടുള്ളതിലാണ് നമുക്കിത് ഉപയോഗിക്കുന്നത്, ഈ ആൽഗോ ഉപയോഗിക്കുന്നത്. നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിങ്ങനെ വലിച്ചിട്ടപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഗോൾഡിൻ്റെ XAUUSD എന്ന് പറയുന്നത് ഇത് ഗോൾഡിൻ്റെ സിമ്പിളാണ്. ഇത് ചിലപ്പോൾ ഗോൾഡ് IE-എന്നോ XI-എന്നോ എന്തെങ്കിലുമൊക്കെ വരും. ഓക്കെ, ഇത് 1 അവർ H1 എന്ന് പറഞ്ഞാൽ 1 അവറിലെ ചാർട്ടാണ്. ഓക്കെ, M1 ഉണ്ട്, M5 ഉണ്ട് വെച്ചാൽ മിനിറ്റ് 1, മിനിറ്റ് 5, മിനിറ്റ് 15, M30, മിനിറ്റ് 30 മിനിറ്റ്സിൻ്റെ ചാർട്ട്, 1 അവറിൻ്റെ ചാർട്ട്, 4 അവറിൻ്റെ ചാർട്ട് കേട്ടോ. ഡേ 1-ൻ്റെ ചാർട്ട് ഉണ്ട്. നമ്മൾക്ക് എന്താണ് ഇവിടെ ഇൻസ്ട്രക്ഷൻ കിട്ടിയത്? നമുക്ക് എന്താ ഇൻസ്ട്രക്ഷൻ കിട്ടിയത് ഇവിടെ? എന്താണ് റെക്കമെൻഡഡ് ടൈം ഫ്രെയിം 1 മിനിറ്റ്. അപ്പോൾ നമ്മൾ 1 മിനിറ്റിലേക്ക് ആക്കുക. കണ്ടോ, ഇപ്പോൾ ഈ ചാർട്ട് എന്ത് ചെയ്തു? 1 മിനിറ്റിലേക്ക് ആയി. ഇതിന് മേലെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ളാവും. ഉണ്ടോ, മനസ്സിലായി? ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ആവശ്യമില്ല, എന്നാലും ഓക്കെ, കാണാൻ ഭംഗിക്ക് വേണ്ടി. അതിനുശേഷം നിങ്ങളിതാ ഈ മായാവി M16 ഇല്ലേ, അതിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അറ്റാച്ച് ടു ചാർട്ട് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരിക, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. എങ്ങനെയായാലും ഇവിടെ നിങ്ങൾ കോമൺ എന്ന് പറഞ്ഞിട്ടുണ്ടോ, കോമൺ അവിടെ കൊണ്ടിട്ട് അലോ ആൽഗോ ട്രേഡ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിലവർക്ക് ഇവിടെ വേറൊരു കോളം കൂടെ വരും. ഓക്കെ, മറ്റേ മോഡിഫൈ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കോളത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കരുത്, ഇൻപുട്ടിൽ പോകാം. ഇൻപുട്ടിൽ പോയതിന് ശേഷം നോക്കിക്കേ, ഇതൊക്കെ കറക്റ്റാണെന്ന് നോക്കുക. ലോട്ട് സൈസ് 0.01 ആണ്. നമ്മളോട് പറഞ്ഞ റെക്കമെൻഡഡ് എന്താ? ഓക്കെ, 0.01 ആണ് ലോ ക്യാപിറ്റൽ മെമ്പേഴ്സിന്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ ഇത് 0.02 ആയിരിക്കും കിടക്കുന്നത്. ഓക്കെ, ലോട്ട് സൈസ് ഇനിഷ്യൽ ലോട്ട് സൈസ് 0.02 ആയിരിക്കും ചിലപ്പോൾ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ 0.02 ആക്കുക. ഇവിടെ 0.02 ആയിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യുക. നിങ്ങൾ 1 ലാക്ക് അല്ലെങ്കിൽ 1 ലാക്കിനെ പോകുകയാണെങ്കിൽ 0.02 ആക്കുക. ക്യാപിറ്റൽ 1% ആണ്. ക്യാപിറ്റൽ പെർസെൻറ്റേജ് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ 1% ആ പ്രോഫിറ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആൽഗോ ഓഫ് ആവും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ചെയ്യാം. അതിൻ്റെ വീഡിയോ ഇഷ്ടംപോലെ വീഡിയോകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഓക്കെ, ഇതൊന്നും നിങ്ങൾ ഇനി ചേഞ്ച് ചെയ്യാൻ പോകരുത്. ഇതൊക്കെ അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഓക്കെ, GMT 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 8:30-ക്കാണ്. ഓക്കെ, 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11:30-ക്കാണ്. ഓക്കെ, അത് നമ്മൾ ഇന്ത്യൻ സമയം 11:30-ക്കാണ്. രാത്രി 11:30 വരെ എന്ന് വെച്ചാൽ രാവിലെ 8:30 മുതൽ രാത്രി 11:30 വരെയാണ് ആൽഗോ റണ്ണിങ്ങിൻ്റെ ടൈം ആക്കി കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് 5 മണി വരെ മതിയോ, 4 മണി വരെ മതിയോ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഡിറ്റ് ചെയ്യാം അതിന്. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, ന്യൂസ് ഫിൽറ്ററാണ്. ന്യൂസ് ഫിൽറ്റർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതൊക്കെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നത് പല വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതെല്ലാം ന്യൂസ് ഫിൽറ്റർ നിങ്ങൾ ഡെയിലി ന്യൂസ് ഫിൽറ്റർ ഓൺ ചെയ്തിരിക്കണം. ഇത് ഓഫ് ചെയ്യരുത്. ഇതൊക്കെ ഫാൾസ് ഉണ്ടോ ഇങ്ങനെ ആവരുത്, ട്രൂവിൽ തന്നെയായിരിക്കണം. അതുപോലെ എന്തെങ്കിലും യൂണിക് വേർഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ കോമ ഇട്ടിട്ട് ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ന്യൂസ് ഫിൽറ്റർ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾ നോക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഓക്കെ, ആൽഗോ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കിക്കേ, M16 എന്നുള്ള ആൽഗോ വന്നു. ഇവിടെ പേര് കാണിക്കുന്നുണ്ട്, പേര് കാണിച്ചു. പക്ഷേ ഇവിടെ ഈ ഒരു ക്യാപ്പിൻ്റെ ചിത്രം ബ്ലൂ കളറല്ല. ഇത് ബ്ലൂ കളർ ആണെങ്കിൽ മാത്രമേ ആൽഗോ റൺ ആവുകയുള്ളൂ, വർക്ക് ആവുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബ്ലൂ കളർ ആണെങ്കിൽ നിങ്ങൾ പെർമിഷൻ കൊടുക്കണം. ഇവിടെ ഉണ്ടോ ആൽഗോ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ടിക്ക് മാർക്കില്ലേ, ഇത് ഓൺ ചെയ്താൽ മാത്രമാണ് ഉണ്ടോ ഇവിടെ ബ്ലൂ മാർക്ക് വന്നു. ഇനി ഇത് ട്രേഡ് എടുക്കാൻ സ്റ്റാർട്ടായി. മനസ്സിലാവുന്നുണ്ടോ? വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ട്രേഡ് എങ്ങനെയാണ് ഇതെടുക്കേണ്ടത് എന്നുള്ളത് കംപ്ലീറ്റ് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പറഞ്ഞു തന്നത്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനി ഇതിൽ എന്തെങ്കിലും എഡിറ്റോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ക്യാപ്പിൻ്റെ മേലെ എന്താ പറയുക മൗസിൻ്റെ കഴ്സർ കൊണ്ടുപോകുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞുണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അത് വന്നു. എന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ലോട്ട് സൈസ് വേണമെങ്കിൽ ചെറുത് കുറയ്ക്കാം. ഓക്കെ, ക്യാപിറ്റലിന് വേണമെങ്കിൽ ക്യാപിറ്റൽ ഞാൻ 1% ആണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂട്ടിയിടാം. ഓക്കെ, ഞാനത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. 1% കഴിഞ്ഞാൽ ഈ ആൽഗോ 1% നമ്മുടെ ക്യാപിറ്റൽ വന്നു കഴിഞ്ഞാൽ ആൽഗോ ഇതേപോലെ ഓഫാകും. റെഡ് കളർ വരും ഓഫ് എന്ന് പറഞ്ഞാൽ. പിന്നെ നിങ്ങൾ മാനുവലായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മുടെ ആൽഗോ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ട്രേഡ് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒരു ഡൗട്ടും വരില്ല. കാരണം കംപ്ലീറ്റ് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എന്താ പറയുക
ഇൻക്ലൂഡഡ് ആണ്, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ പറയുക, ക്ലിക്ക് മോർ ഡീറ്റെയിൽസ് എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇനി എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് മീ മായാവി എന്ന് പറഞ്ഞിട്ട് അവിടെ കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്നോട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുള്ളൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. കഴിയുന്ന വോയിസ് മെസ്സേജ് ഇടാൻ ശ്രമിക്കുക. പിന്നെ റിപ്ലൈ വരുമ്പോൾ റിപ്ലൈ കിട്ടാൻ കുറച്ച് സമയമെടുക്കും, അത് നിങ്ങൾ മനസ്സിലാക്കുക, ദൈവത്തെ ഓർത്ത് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബോറടിപ്പിക്കുന്നില്ല. 300 to 400 ട്രേഡ് എടുത്തു, കണ്ടോ, ട്രേഡ് എടുത്തൂടെ, കണ്ടോ. അപ്പോൾ 300 to 400 മെസ്സേജുകൾ ഒരു ദിവസം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ നിങ്ങൾക്ക് കുറച്ച് വൈകും. എന്തായാലും ഒരാളെ പോലും ഞാൻ സ്കിപ്പ് ചെയ്യില്ല, എല്ലാവർക്കും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിരിക്കും. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും, ചിലപ്പോൾ 1 hour ആയിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. അത് എന്താ പറയുക, ഫസ്റ്റ് നിങ്ങൾ മെസ്സേജ് അയച്ച് അതിനനുസരിച്ചാണ്. ഇത് എല്ലാ വീഡിയോയിലും പറഞ്ഞ് നിങ്ങളെ കൂടെ ബോറടിപ്പിക്കുന്നു ഞാൻ, എന്നാലും പറയണ്ടേ. ഓക്കെ, ഐ എം വെരി സോറി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റിപ്ലൈ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എൻ്റെ റിക്വസ്റ്റാണത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ബുക്കും ചെയ്തു, പ്രോഫിറ്റ് ബുക്കും ചെയ്തു, മനസ്സിലായോ? പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ലേ, അത്രയേ ഉള്ളൂ. ഇത് M16 എന്ന് പറയുന്നത് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള അൽഗോ ആണ്. പെട്ടെന്ന് ട്രേഡ് എടുക്കും. ഓക്കെ, F8 എന്ന് പറയുന്നത് അത് അതിൻ്റെ പൊസിഷനും, F8 എന്ന് പറഞ്ഞാൽ വേറെ അൽഗോ ഉണ്ടല്ലോ, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രാറ്റജി വരുമ്പോൾ മാത്രമേ ട്രേഡ് എടുക്കുകയുള്ളൂ. അത് ചിലപ്പോൾ 1 hour എടുക്കാം. ട്രേഡ് ഓൺ ചെയ്തിട്ട് നമുക്ക് 1 hour ആയിക്കഴിഞ്ഞാൽ, ചിലപ്പോൾ 2 hour ആയി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ട്രേഡ് എടുക്കുന്ന ട്രേഡ് പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, പക്ഷേ ഒരുപാട് ടൈം എടുക്കും. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കും. ഓക്കെ, ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ക്യാപിറ്റലൊക്കെ നല്ല എമൗണ്ട് ക്യാപിറ്റലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് F8 ഒക്കെ ഉപയോഗിക്കാം, നല്ലതാണ്. ഇല്ല, ചെറിയ ക്യാപിറ്റൽ 1 lakh 2 lakh ഒക്കെ ആണെങ്കിൽ 1 lakh ഒക്കെ ആണെങ്കിൽ നിങ്ങൾ M16 ഉപയോഗിക്കും. ഈ രണ്ടും ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. M16 എന്ന് പറയുന്നത് സ്കാൽപ്പിംഗ് അൽഗോ ആണ്, F8 എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ്ജിങ് അൽഗോ ആണ്. ഓക്കെ, ഇത് രണ്ടും വ്യത്യാസം ഞാൻ ഇത് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. ആരും ഒരാൾ എന്നോട് ചോദിക്കേണ്ട M8 ആണോ ബെസ്റ്റ് M16 ആണോ ബെസ്റ്റ് എന്ന് ചോദിക്കാൻ നിൽക്കേണ്ട. കാരണം വെച്ചാൽ രണ്ടും എന്താ പറയുക, പവർഫുൾ അൽഗോസുകളാണ്. നല്ല സൂപ്പർ ഇതല്ലോ, ബുക്കായി, പ്രോഫിറ്റ് ബുക്കായി ഉണ്ടോ. ഇതാണ് പെട്ടെന്ന് ട്രേഡ് എടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ 191 rupees ആയി ഇപ്പോൾ തന്നെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. പിന്നെ വേറെ കാര്യം, സോറി, ട്രേഡിംഗ് എന്ന് പറയുന്നത് ഹൈലി റിസ്ക് ഉള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ട്രേഡിംഗ് എന്ന് പറയുന്നത് ഹൈലി റിസ്ക് ഉള്ള കാര്യമാണ്. നിങ്ങളത് മനസ്സിലാക്കുക തന്നെ വേണം. നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നാലും, എന്തൊക്കെ അൽഗോസുകളോ എന്ത് സാധനം കൊണ്ടുവന്നാലും ദൈവം തമ്പുരാൻ ഒഴിച്ച് ബാക്കി ഒരാൾക്ക് പോലും എന്താ പറയുക, ലോസ് ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടാവില്ല. ലോസ് വരാം, നെഗറ്റീവ് വരാം, ഒക്കെ ഉണ്ടാവും. മനസ്സിലാവുക. മാർക്കറ്റ് നമ്മുടെ എഗനിസ്റ്റായിട്ട് ഒരു ഹൈ മൂവ്മെൻ്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മേ ബി. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ക്യാപിറ്റലൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ അൽഗോ വെച്ചിട്ട് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷേ എങ്ങനെയായാലും നിങ്ങൾ ചിന്തിക്കുക, അൾട്ടിമേറ്റ് പവർ എന്ന് പറയുന്നത് മാർക്കറ്റ് തന്നെയാണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കിയേ മതിയാവുള്ളൂ. അത് നിങ്ങൾ എന്താ പറയുക, ആ ഒരു ചിന്താഗതിയിൽ മാത്രം നിങ്ങൾ മാറ്റം വരുത്തരുത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്തു, മാനുവൽ ട്രേഡ് ചെയ്തോ, നിങ്ങൾ അൽഗോ ട്രേഡ് ചെയ്തോ, നിങ്ങൾ എന്താ പറയുക കോപ്പി ട്രേഡ് ചെയ്തോ, എന്ത് ചെയ്താലും ദ എൻഡ് ഓഫ് ദ ഡേ ദ പവർഫുൾ കിങ് എന്ന് പറയുന്നത് മാർക്കറ്റാണെന്നുള്ളത് കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ.